ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറേ പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് റെഡിയാക്കുമെന്ന്. അപ്പം ഇത്രനാളും ബിസിയൊക്കെ ആയിരുന്നു, സ്കൂളും തിരക്കൊക്കെ ആയതുകൊണ്ട്. പിന്നാണ് കുറച്ച് ടൈം കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാനിനി വേറെ ഒന്നും എടുക്കുന്നില്ല, ഒരു A4 ഷീറ്റ് എടുക്കുന്നുണ്ട് നമ്മുടെ ചിത്രം വരക്കാൻ സ്റ്റിക്കറിൻ്റെ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കെച്ച് പെന്നാണ് വേണ്ടത്. ഇതിപ്പം ഞാൻ ബ്രഷ് പെന്നാണ് എടുത്തത്, എനിക്കിതിൽ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് മുറിക്കാൻ സിസേഴ്സ് വേണം, പിന്നെ സെലോ ടേപ്പ്. ഇത് തടിയുള്ള സെലോ ടേപ്പ് എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്, ബെറ്റർ. അപ്പം എൻ്റെ അടുത്ത് ഇപ്പം തടിയുള്ളതില്ല, കുറച്ച് മെലിഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് സ്കെച്ച് വേണം, പിന്നെ വേറൊന്നുമില്ല, പെൻസിൽ, HB പെൻസിൽ, 2B പെൻസിലൊക്കെ എടുക്കാം. പിന്നെ ഡോംസിൻ്റെ HB പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് നമ്മുടെ ചിത്രം വരെ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചാൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് വരക്കാം. അപ്പം എൻ്റെ മനസ്സിലുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ഞാൻ വരച്ചത്. പിന്നെ ഇങ്ങനെ വരക്കാനൊക്കെ നിൽക്കുമ്പം അത്ര പെട്ടെന്നൊന്നും മനസ്സിലേക്ക് ക്യൂട്ടായിട്ടുള്ള വരുന്നില്ല. അപ്പോൾ കുറേ ഞാൻ പോയിട്ട് സെർച്ചൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ അത്ര ക്യൂട്ടായിട്ടുള്ള കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഡ്രോയിങ് ബുക്കിൻ്റെ ബാക്കിൽ കുറച്ച് അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കിയിട്ട് ഞാൻ കുറച്ച് വരച്ചു. ഈ പ്ലാനറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പക്ഷി, അതെല്ലാം ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കിൻ്റെ ബാക്കിലുള്ള ആ ഒരു ക്യൂട്ട് സ്റ്റിക്കർ നോക്കി വരച്ചതാണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വരച്ചിട്ടുണ്ട്, അതുപോലെ വാട്ടർ മെലൺ അതിൻ്റെയൊക്കെ വരക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു പൂമ്പാറ്റയും ഒരു ഡ്രോയിങ് ബുക്കിൻ്റെ ബാക്കിലുള്ള അതിൻ്റെ അകത്ത് വരച്ചതാണ്. അങ്ങനെ വരച്ചിട്ടുള്ള പണിയൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരക്കാം കേട്ടോ. അപ്പം വരച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ ബോർഡർ കൊടുത്താൽ ഇതിനൊരു മിനുക്കവും വൃത്തിയും അടക്കമൊക്കെ ഉള്ളത്. അപ്പം പിന്നെ ബോർഡർ കൊടുക്കൽ പണിയിലോട്ടേക്കാണ് പോയത്. പിന്നെ കുറച്ച് ടഫുള്ള പണിയാണ്, എന്നാലും എനിക്ക് കാണുന്ന പോലെ ഞാൻ വരച്ചു. എനിക്കിഷ്ടമുള്ള ചിത്രം വരക്കാം. പിന്നെ എൻ്റെ ബ്രഷ് പെന്നുകൊണ്ട് കളറടിക്കാൻ തുടങ്ങി. നല്ല വൃത്തിയാണ്, നല്ലൊരു തിക്കായിട്ട് സോഫ്റ്റായിട്ട് നല്ല വൃത്തിയാണ്, കാണാനൊരു വൃത്തിയാണ് ഈ ബ്രഷ് പെന്നിന്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസിന് ഇതുപോലെ തന്നെയാണ് കളർ കൊടുക്കുകയെന്നൊന്ന് പറയാനൊക്കെ അറിഞ്ഞുകൂടാ. നടുക്ക് വെള്ളയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ നടുക്കുള്ള ആ വെള്ളയിൽ അതിൻ്റെ പേര് എഴുതി കൊടുത്തു, ഫ്രഞ്ച് ഫ്രൈസ് എന്ന്. പിന്നെ പീസയുടെ കളറും ഇത് തന്നെയാണോ എന്ന് പറയാം. അപ്പോൾ പിന്നെ പൂമ്പാറ്റയ്ക്ക് ഞാൻ പിങ്കും പർപ്പിളും ആയിട്ടുള്ള കോമ്പിനേഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെയെല്ലാം കുറച്ച് സ്പേസ് ഇട്ടിട്ട് മുറിച്ചെടുക്കണം. അതായത് അതിൻ്റെ ചുറ്റിലും കുറച്ച് സ്പേസ് ഇട്ടിട്ട് മുറിക്കണം. ഇതുപോലെ ഇപ്പം ഞാനിവിടെ നിങ്ങൾക്ക് ഒന്നേ മുറിച്ച് കാണിച്ചു തരുന്നുള്ളൂ, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം മുറിക്കാം. അങ്ങനെ എല്ലാ സെലോ ടേപ്പും വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിട്ടും. അതിൻ്റെ സൈഡിലുള്ളതൊക്കെ നമുക്ക് മുറിച്ച് കളയാം. എന്നിട്ട് നമ്മൾ ബുക്കിൻ്റെ ബാക്കിലും മുന്നിലൊക്കെ ആയിട്ട് ഒട്ടിക്കാം. നല്ല കംഫർട്ടബിളി ആയിട്ടുള്ളതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇതുപോലത്തെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ബൈ.